ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഏവരെയും തീർത്ഥാടനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം അനുസ്മരിക്കുക ഇടവക വൈദികരുടെ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനിയെക്കുറിച്ചാണ്. തൻ്റെ ജീവിതം കൊണ്ടും ജീവിത വിശുദ്ധി കൊണ്ടും ഒരു ഇടവക ജനത്തെ മുഴുവനും ലോകത്തിലേക്ക് നയിച്ച വലിയൊരു വിശുദ്ധനാണ് ജോൺ മരിയ വിയാനി. ചിലപ്പോഴൊക്കെ ചില വ്യക്തികൾ നമുക്ക് അത്ഭുതമാണ്. നാം നിസ്സാരരെന്ന് കരുതുന്ന ഈ വ്യക്തികളിലൂടെ ദൈവം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അവിടെ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. ബൈബിളിലെ പഴയ നിയമത്തിൽ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് വിക്കനായ മോസസിനെയാണ്. അതിനുശേഷം കാനാൻ ദേശത്ത് താമസമുറപ്പിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായ ദൈവം തിരഞ്ഞെടുത്തത് ഇടയനായിരുന്ന ദാവീദിനെയാണ്. ഞാൻ കേവലം ഒരു ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല എന്ന് പറഞ്ഞ ജെറമിയയാണ് ദൈവം വലിയ പ്രവാചകനായിട്ട് ഉയർത്തിയത്. വീണ്ടും നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മുക്കുവനായിരുന്ന പത്രോസിനെയാണ് ദൈവം സഭയുടെ തലവനായിട്ട് നിയമിക്കുക. അതുപോലെ തന്നെ യഹൂദനെന്ന് സ്വയം അഭിമാനിച്ചിരുന്ന പൗലോസിനെയാണ് സഭയുടെ തലവനായിട്ട് ദൈവം നിയമിക്കുക. മണ്ടനെന്ന് മുദ്രകുത്തപ്പെട്ട ജോൺ മരിയ വിയാനിയെയാണ് ഫ്രാൻസിലെ സഭയെ ഉണർത്തുവാനായിട്ട് ദൈവം നിയോഗിച്ചത്. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 1786 മെയ് 8 ഫ്രാൻസിലെ ലയൺസ് നഗരത്തിനടുത്ത് ഡാർലി എന്ന ഗ്രാമത്തിൽ ജോൺ മരിയ വിയാനി ഭൂജാതനായി. ഒരു കർഷക കുടുംബമായിരുന്നു വിയാനിയുടേത്. കാർഷിക വൃത്തിയും ആടുവളർത്തലുമായിരുന്നു ആ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗം. അതുകൊണ്ട് തന്നെ 7-ാം വയസ്സിൽ ആടുകളെ മേയ്ക്കുവാനായിട്ട് ജോണിന് ഇറങ്ങേണ്ടി വന്നു. തൻ്റെ വീട്ടിലെ ആടുകളെ മേയ്ക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം ഇതായിരുന്നു, വലുതാകുമ്പോൾ ദൈവത്തിൻ്റെ അജഗണത്തെ മേയ്ക്കുന്ന ഒരു നല്ല ഇടയനായി മാറുക എന്നതായിരുന്നു. അങ്ങനെ അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു. അന്നത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് സെമിനാരിയിൽ ലത്തീൻ ഭാഷ നിർബന്ധമായിരുന്നു. പക്ഷേ ജോണിനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു ലത്തീൻ ഭാഷ പഠിക്കുക എന്നത്. എങ്കിലും അധികാരികളുടെ അനുവാദത്തോടുകൂടി അദ്ദേഹത്തിന് സ്വന്തം മാതൃഭാഷയിൽ ദൈവശാസ്ത്രവും മറ്റു വിഷയങ്ങളും പഠിക്കുവാനുള്ള അവസരം ലഭിച്ചു. അവിടെയും ജോണിന് പരാജയമായിരുന്നു. എത്ര പഠിച്ചിട്ടും അദ്ദേഹത്തിന് തനിക്ക് പഠിക്കാനുള്ളത് പഠിക്കാൻ സാധിച്ചിരുന്നില്ല. അവസാനം പട്ടം കൊടുക്കുന്ന അവസരത്തിൽ അന്നുണ്ടായിരുന്ന അധികാരികൾ മെത്രാനോട് ആവശ്യപ്പെട്ടു, ജോണിന് പട്ടം കൊടുക്കരുത്. മെത്രാൻ തൻ്റെ പ്രാർത്ഥനയ്ക്കും ആലോചനയ്ക്ക് ശേഷം ജോണിന് പട്ടം കൊടുക്കുവാൻ തീരുമാനിച്ചു. 2 കാരണങ്ങളായിരുന്നു അദ്ദേഹത്തിന് പട്ടം കൊടുക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചത്. 1 അദ്ദേഹത്തിൻ്റെ ദൈവസ്നേഹം, 2 അദ്ദേഹത്തിൻ്റെ ദൈവമാതൃഭക്തി. അങ്ങനെ 27-ാം വയസ്സിൽ ജോൺ മരിയ വിയാനി ഒരു പുരോഹിതനായി അഭിഷിക്തനായി. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു എൻ്റെ പട്ടത്തിൻ്റെ ദിവസം. അങ്ങനെ വൈദികനായി തുടരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ആർസ് എന്ന ഇടവകയിലെ വികാരിയായിട്ട് നിയമിതനായി. അന്നത്തെ ഒരു കാലഘട്ടമെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം വൈദികരോട് വളരെ പുച്ഛമായ രീതിയിൽ പെരുമാറിയിരുന്ന ഒരു സമൂഹമായിരുന്നു. ദേവാലയങ്ങളിൽ ആളുകൾ പോയിരുന്നില്ല. അവരുടെ മക്കളെ വേദോപദേശം പഠിപ്പിക്കുവാനായിട്ട് പള്ളിയിൽ അവർ വിട്ടിരുന്നില്ല. അങ്ങനെ തികച്ചും അധാർമികമായ ജീവിതം നയിച്ചിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു അന്നുണ്ടായിരുന്നത്. ആർസ് എന്ന ഇടവകയെ സംബന്ധിച്ച് ഏറ്റവും മോശമായ ജീവിതം നയിച്ചിരുന്ന ഒരു ഇടവക ജനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നുണ്ടായിരുന്ന പല വികാരിമാരും ഈ ഇടവകയിൽ ജോലി ചെയ്യുവാനായിട്ട് താല്പര്യപ്പെട്ടില്ല. എങ്കിലും ജോൺ മരിയ വിയാനി ആ ജോലി ഏറ്റെടുക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഓരോ ദിവസവും ദിവ്യബലി അർപ്പിക്കുമ്പോൾ 5-10 പേർ മാത്രമുണ്ടായിരുന്നു. എങ്കിലും വിശുദ്ധ ജോൺ മരിയ വിയാനി അതിൽ നിരാശപ്പെട്ടില്ല. ദിവ്യബലിക്ക് ശേഷം അദ്ദേഹം ദിവ്യസക്രായുടെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹം പ്രാർത്ഥിക്കും, കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തി. ഓരോ ദിവസവും ജപമാല ചൊല്ലുമ്പോൾ ആ ഇടവകയിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കണ്ണുനീരോട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി.
ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ തങ്ങളുടെ വികാരിയച്ഛൻ തങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. 5ഉം 10ഉം സ്ഥാനത്ത് 100ഉം 1000ഉം 2000ഉം അതിൽ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി. മറ്റു ഇടവകളിൽ നിന്ന് പോലും ആളുകൾ ആർസ് എന്ന ഇടവകയിലേക്ക് വരാൻ തുടങ്ങി. മറ്റു പ്രാസംഗികരെ പോലെ വാക്ചാതുര്യമില്ലെങ്കിലും ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുവാനായിട്ട് ഒത്തിരിയേറെ ആളുകൾ ഒരുമിച്ച് കൂടുമായിരുന്നു. ദിവസവും 15-16 മണിക്കൂർ അദ്ദേഹം കുമ്പസാരക്കൂട്ടിൽ ചെലവഴിക്കുമായിരുന്നു. ഒത്തിരിയേറെ പാപികൾ അദ്ദേഹത്തിൻ്റെ കുമ്പസാരം കേട്ട് മാനസാന്തരപ്പെട്ടു. അങ്ങനെ ഒരു കാലത്ത് നരകമായി തീർന്ന ആർസ് എന്ന ഇടവക പതുക്കെ പതുക്കെ ഒരു കൊച്ചു സ്വർഗമായി തീരുവാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, പൗരോഹിത്യത്തിൻ്റെ മഹോന്നതയെക്കുറിച്ച് പഠിപ്പിച്ച വലിയ ഒരു വിശുദ്ധനാണ് ജോൺ മരിയ വിയാനി. ഒരിക്കൽ മണ്ടനെന്ന് മുദ്രകുത്തപ്പെട്ട ജോൺ മരിയ വിയാനിയെ സഭ അദ്ദേഹത്തിന് കാനൻ പദവി നൽകി ആദരിച്ചു. സർക്കാർ അദ്ദേഹത്തിന് മാടമ്പി സ്ഥാനം നൽകി ആദരിച്ചു. എങ്കിലും അതിലൊന്നും അദ്ദേഹം അഹങ്കരിച്ചിരുന്നില്ല. തൻ്റെ നിരന്തരമായ പ്രാർത്ഥനയും പ്രാശ്ചിത്വ നിമിത്തം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി. അങ്ങനെ തൻ്റെ 74ാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായി അദ്ദേഹം ഈ ലോകത്തു നിന്ന് യാത്രയായി. 1905 വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനെന്ന് പ്രഖ്യാപിച്ചു. 1925 മെയ് 31-ാം തീയതി 11-ാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനെന്ന് പ്രഖ്യാപിച്ചു. സ്നേഹമുള്ളവരെ, ജോൺ മരിയ വിയാനിയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു. ആർക്കും എളുപ്പം വായിക്കാൻ കഴിയുന്ന ഒരു തുറന്ന പുസ്തകം. സ്നേഹത്തിൻ്റെയും നന്മയുടെയും വിശുദ്ധിയുടെയും സഹനത്തിൻ്റെയും അധ്യായങ്ങളായിരുന്നു ആ ജീവിതം മുഴുവനും. ആ വിശുദ്ധൻ നമ്മെ പഠിപ്പിച്ചത്, തൻ്റെ ജീവിതം വഴി പഠിപ്പിച്ചത് പൗരോഹിത്യത്തിൻ്റെ മഹോന്നതയെക്കുറിച്ചാണ്. ഒരു കാലഘട്ടത്ത് നമ്മൾ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കും, വൈദികനെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതി ചൊല്ലണമെന്ന്. കാരണം ഓരോ വൈദികൻ്റെ ഉള്ളിലും ഈശോയാണ് വസിക്കുന്നതെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കും. ഇന്ന് നമുക്കറിയാം, ഈ ആചാരം നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തികച്ചും വെല്ലുവിളി നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുക. ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഓരോ വൈദികനും. അതുകൊണ്ട് വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവചരിത്രത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തെ കാണുവാനായിട്ട് അമേരിക്കയിൽ നിന്ന് വൈദികൻ വരുന്നു. മാർപ്പാപ്പയെ കാണുവാനായിട്ട് ഒത്തിരി നേരം പിടിക്കുന്നത് കൊണ്ട് അദ്ദേഹം മേരി മേജർ ബസിലിക്കയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായിട്ട് അദ്ദേഹം ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ്ക്കാരിൽ തനിക്ക് പരിചിതമായ ഒരു മുഖം. അദ്ദേഹം അവിടെ ചെന്ന് നോക്കുമ്പോൾ തൻ്റെ ഒപ്പം റോമിൽ തന്നോടൊപ്പം തിയോളജി പഠിക്കാനുണ്ടായിരുന്ന ഫാദർ ജിം ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്തു പറ്റിയെന്ന് ചോദിക്കുവാനായിട്ട് ഈ വൈദികൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഒഴിഞ്ഞു മാറി. അങ്ങനെ മാർപ്പാപ്പയെ കാണുന്ന അവസരത്തിൽ അദ്ദേഹം തൻ്റെ സഹോദര വൈദികനുണ്ടായ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു. പോരുന്നതിനിടയിൽ ഫാദർ ഈ അമേരിക്കൻ വൈദികൻ മാർപ്പാപ്പയോട് പറഞ്ഞു, അങ്ങ് എൻ്റെ സുഹൃത്തായ ഫാദർ ജിമ്മിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് മാർപ്പാപ്പ ഏറ്റു. അങ്ങനെ മാർപ്പാപ്പയെ കണ്ട ശേഷം പുറത്തിറങ്ങുന്ന അവസരത്തിൽ മാർപ്പാപ്പയുടെ സെക്രട്ടറി വന്ന് ഈ വൈദികൻ്റെ കയ്യിൽ 2 ടിക്കറ്റ് കൊടുത്തു. ഈ ടിക്കറ്റ് ഇതിനു വേണ്ടിയുള്ളതായിരുന്നു. ഇന്ന് മാർപ്പാപ്പയോടൊപ്പം ഡിന്നർ കഴിക്കാനുള്ള ടിക്കറ്റായിരുന്നു. 1 ഈ അമേരിക്കൻ വൈദികനും 2 ഫാദർ ജിമ്മിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ടിക്കറ്റുമായിട്ട് ഈ അമേരിക്കൻ വൈദികൻ ഫാദർ ജിമ്മിൻ്റെ അടുത്ത് ചെല്ലുന്നു. പക്ഷേ ഈ ടിക്കറ്റ് സ്വീകരിക്കുവാനായിട്ട് ഈ ഫാദർ ജിം തയ്യാറാകുന്നില്ല. എങ്കിലും തൻ്റെ സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഈ ടിക്കറ്റ് സ്വീകരിക്കുന്നു. അന്ന് വൈകുന്നേരം തൻ്റെ സുഹൃത്തായ ഈ അമേരിക്കൻ വൈദികനോടൊപ്പം മാർപ്പാപ്പയുടെ ഡിന്നർ കഴിക്കുവാനായിട്ട് ഈ വൈദികൻ ചെല്ലുന്നു. ഡിന്നറെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അവസരത്തിൽ മാർപ്പാപ്പയുടെ സെക്രട്ടറി വന്ന് പറഞ്ഞു, മാർപ്പാപ്പ അങ്ങയെ കാണുവാൻ, ഫാദർ ജിമ്മിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഫാദർ ജിം ഈ മാർപ്പാപ്പയുടെ റൂമിലേക്ക് കയറി ചെന്നു. അവിടെ ചെല്ലുമ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ വൈദികൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് അങ്ങയുടെ മുമ്പിൽ കുമ്പസാരിക്കണം. ഫാദർ ജിം ഞെട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു,
പിതാവേ, ഇന്ന് ഞാനൊരു വൈദികനല്ല, ഞാൻ എൻ്റെ പൗരോഹിത്യം ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഒരുവൻ പുരോഹിതനായി തീർന്നാൽ അവൻ മരണം വരെ പുരോഹിതനാണ്. അതിനുശേഷം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ വൈദികൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കുമ്പസാരിച്ചു. കുമ്പസാരം കഴിഞ്ഞപ്പോൾ ജിം എന്ന വൈദികൻ മാർപ്പാപ്പയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ കുമ്പസാരം കേൾക്കണം. അങ്ങനെ നിറകണ്ണുകളോടെ ഫാദർ ജിം മാർപ്പാപ്പയുടെ മുമ്പിൽ കുമ്പസാരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, മാർപ്പാപ്പയുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഫാദർ ജിം ഒരു പുതിയ വ്യക്തിയായി മാറിയിരുന്നു. ഒരു കാലത്ത് മേരി മേജർ ബസിലിക്കയുടെ മുമ്പിൽ യാചകനായി ജീവിച്ചിരുന്ന ഈ ഫാദർ ജിം, മാർപ്പാപ്പ അദ്ദേഹത്തെ മേരി മേജർ ബസിലിക്കയുടെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് നിയമിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പൗരോഹിത്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിച്ച വലിയ വിശുദ്ധനാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനിടയിലും ജോൺ മരിയ വിയാനിയെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ച ഒരു വിശുദ്ധനാണ് ജോൺ മരിയ വിയാനി. സ്നേഹമുള്ളവരെ, ഇന്ന് നാം ഇടവക വൈദികരുടെ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ന് വൈദികർ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും വിജയപ്രദമായി തീരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വിളിയിൽ ഉറച്ചു നിൽക്കുവാനും നിത്യകന്യത്വത്തിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകം മാധ്യസ്ഥം വഹിക്കാം. നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.